അവരുടെ ഒത്താശയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന നിങ്ങളെ ക്രിമിനലുകളെക്കാൾ വലിയ ക്രിമിനലുകളായി നിങ്ങളെ ഞങ്ങൾ കാണും. ഇതൊക്കെ കുറച്ച് ദിവസം കൂടി ഉണ്ടാവുള്ളൂ. 4-ാം തീയതി ആവട്ടെ. ഇതാ ബീഹാറോ? നിയമസഭാ തിരഞ്ഞെടുപ്പ് ദിവസം കുറ്റ്യാടി മണ്ഡലത്തിലെ നടുപോൽ UP സ്കൂൾ ബൂത്തിൽ വെച്ച് കോൺഗ്രസ് ബൂത്ത് ഏജന്റിന് ഉൾപ്പെടെയുള്ളവരെ ആക്രമിക്കാൻ CPM-ന് പോലീസ് ഒത്താശ ചെയ്ത് നൽകിയെന്ന് UDF സ്ഥാനാർത്ഥി പാറക്കൽ അബ്ദുള്ള. CPM അക്രമം അഴിച്ചുവിടുമ്പോൾ പോലീസ് കാഴ്ചക്കാരായി നിൽക്കുകയാണ്. ഇത് ബീഹാർ മോഡലാണോ എന്നും പാറക്കൽ ചോദിച്ചു. ഇന്നലെ ഒരു പ്രകോപനവുമില്ലാതെ, ഒരു കാരണവുമില്ലാതെ ബൂത്തിനകത്ത് വെച്ചാണ് കൈകാര്യം ചെയ്യുന്നത്. ബൂത്തിനകത്ത് വെച്ച് രാഹുലിനെയും അതുപോലെ തന്നെ ഷഫീഖിനെയും ബൂത്തിനകത്ത് വെച്ചാണ് ഈ ക്രിമിനലുകൾ 25ഓളം വരുന്ന ഗുണ്ടകൾ ബൂത്തിനകത്ത് കയറി. പ്രിസൈഡിങ് ഓഫീസർ ഉണ്ട്, മറ്റോഫീസർ പിന്നെ പോളിംഗ് ഓഫീസേഴ്സ് ഉണ്ട്. ഇവരുടെയൊക്കെ സാന്നിധ്യത്തിൽ പുറത്ത് നിരനിരയായി പോലീസും ഉണ്ട്. ഇനി പോലീസില്ല എന്ന് പറയാൻ ഇവർക്ക് ഒരു കാരണവശാലും പറ്റില്ല. പോലീസ് വീഡിയോ ക്ലിപ്പിംഗ് അത് പിന്നെ പത്രക്കാർ കണ്ടിട്ടുണ്ട്, നാട്ടുകാർ കണ്ട്, എല്ലാവരുടെ കയ്യിലുണ്ട്. അത് വളരെ കൃത്യമായി ഈ പോലീസുകാർ ചെയ്യുന്നത് ഈ ഗുണ്ടകൾക്ക് അഴിഞ്ഞാടാൻ അവസരം ഒരുക്കി കൊടുക്കാണ്. അവര് നല്ല പിന്നെ സമാധാനത്തോടെ അകത്ത് വലിയ ബഹളം നടക്കാണ്. ഞങ്ങളുടെ ബൂത്ത് ഏജന്റ് രാഹുലിനെയും ഷഫീഖിനെയും ഒക്കെ ക്രൂരമായി അടിച്ച് തലക്കും കഴുത്തിനുമൊക്കെ അടിച്ചൊതുക്കുമ്പോ പോലീസ് ഇപ്പുറത്ത് നല്ല കാഴ്ചക്കാരായി നിൽക്കുകയും പോലീസ് ഈ ക്രിമിനലുകൾക്ക് മുഴുവൻ ഒത്താശയും ചെയ്തു കൊടുക്കുന്ന കാഴ്ചയാണ് ഞങ്ങൾ അവിടെ കണ്ടത്. ഇങ്ങനെ മൃഗീയമായി ഈ ഒരു ഗുണ്ടാ സംഘം ഇങ്ങനെ കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് എത്ര നമ്മുടെ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതാ ബീഹാറോ? അപ്പൊ CPM ഇങ്ങനെ ക്രിമിനലുകളെ അഴിഞ്ഞാടാൻ വിട്ടാൽ എന്താ ചെയ്യാ? ഇവിടെ നമ്മൾ കൃത്യമായി ഞങ്ങൾ പോലീസിനോട് പറഞ്ഞു. രാഹുലിന്റെ മൊഴിയുണ്ട്, ഫൂട്ടേജ് ഉണ്ട്, CCTV ഫൂട്ടേജ് എടുത്താൽ നിങ്ങൾക്ക് കാണാം. ഇതില് നമ്പർ 1 മുന്ന ലിനീഷ്, അവനാണ് പാഞ്ഞു കയറി അടിക്കുന്നത്. അതുപോലെ തന്നെ ജിനിത്ത്, അശ്വന്ത് VC, രാജൻ PP തുടങ്ങി കണ്ടാൽ അറിയാവുന്ന കുറെ പേരുണ്ട്. 25ഓളം ആളുകളുണ്ട്. ഇവരൊക്കെ ചേർന്നാണ് ഇത് പിന്നെ ഇവരെ മർദ്ദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിനെതിരെ ഞങ്ങള് വളരെ കൃത്യമായി ഇന്ന കാലത്ത് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെടുകയും ഓഫീസർമാരുമായി അവരിയ്ക്കുകയും സംസാരിക്കുകയും അവരെടുത്ത് കൃത്യമായി കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് സംഭവിച്ചത്, റിട്ടേൺ പരാതി ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്, സംഭവിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. CC ഫുട്ടേജ് ഒക്കെ അവരെ കയ്യിലുണ്ട്, അവര് കൃത്യമായി ഇത് മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ പരാതി ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അടിയന്തരമായും ഇതിൽ ഇടപെട്ടുകൊണ്ട് ഇതിന് പരിഹാരം ഉണ്ടാക്കണം. ഇനി ഇങ്ങനെ ഒരു അവസ്ഥ അവിടെ ആരും 90% മേലെ പോളിംഗ് നടക്കുകയാണ്. 92% പോളിംഗ് ആണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 121-ലും 124-ലും നടന്നത്. എന്ന് പറഞ്ഞാൽ ഇത് മുഴുവൻ കുത്തിയിടുകയാണ്. ഏറ്റവും കുറ്റ്യാടി നിയോജക മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്ന ബൂത്താണ്. കാരണം അവിടെ ഇനി ആരും ബാക്കിയില്ല ചെയ്യാൻ. അത് മുഴുവൻ ഇത് ഇന്നലെ മാത്രമല്ല എല്ലാ തെരഞ്ഞെടുപ്പിലും അവരിങ്ങനെ ഗുണ്ടകളെ വെച്ച് അഴിഞ്ഞാടുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പൊ ഇതിനെതിരെ ഒരു ബൂത്താണ്. അവിടെ CPM-നെ സംബന്ധിച്ചിടത്തോളം നാമമാത്രമായ വോട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് ഞങ്ങളുടെ പ്രവർത്തകർ വന്ന് വോട്ട് ചെയ്യാതിരിക്കണം. UDF-ന്റെ പ്രവർത്തകന്മാർ വോട്ട് ചെയ്യാതിരിക്കാനുള്ള ഒരു അവരെ ഭയപ്പെടുത്തി ഭീഷണിപ്പെടുത്തി വോട്ട് ചെയ്യാൻ വരാതിരിക്കുക. അപ്പോ പോലീസ് ആണ് ഇതിൽ ഏറ്റവും വലിയ കുറ്റക്കാർ. പോലീസാണ്. പോലീസ് ഈ ഗുണ്ടകൾക്കൊപ്പം അഴിഞ്ഞാടാൻ നിങ്ങൾ CCTV ഫുട്ടേജിൽ ആ ലത്തീഫിനെ അടിക്കുന്നത് കാണുന്നുണ്ട്. ഇത് ആ ലത്തീഫിന്റെ പെരടിക്കും കഴുത്തിനും പുറത്തും അടിക്കാണ്. അപ്പൊ അത് അടിക്കാൻ വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ പിന്നെ ലത്തീഫിനെ പിടിച്ചു വെച്ചു കൊടുക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ആ ലത്തീഫിനെ പോലീസ് ഉദ്യോഗസ്ഥനും അടിച്ചിട്ടുണ്ട്. വെറുതെ CPM-മാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ് എന്ന് പറയാൻ ഈ CPM ഗുണ്ടകളെ സന്തോഷിപ്പിക്കുന്ന ഏർപ്പാട് പോലീസ്. ഇതൊക്കെ കുറച്ച് ദിവസം കൂടി ഉണ്ടാവുള്ളൂ. 4-ാം തീയതി ആവട്ടെ. ഈ പോലീസുകാരെല്ലാം ഞങ്ങൾക്കറിയാം, നിങ്ങളൊന്നും ഇവിടുന്ന് നാട് വിട്ടു പോയൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ഈ പോലീസുകാരെ കൈകാര്യം ചെയ്യാനും അവരെ എന്തൊക്കെ വേണമെന്നുള്ളതൊക്കെ തീരുമാനിക്കാൻ UDF സാധിക്കും. പോലീസിനോട് ഞങ്ങൾക്ക് ഫേവറായി ഒന്നും ചെയ്യേണ്ട. നിങ്ങൾ
ക്രിമിനലുകൾ അഴിഞ്ഞാടി അവർക്കൊപ്പം നിന്ന് അവരുടെ അരികു ചേർന്ന് അവരുടെ ഒത്താശയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന നിങ്ങളെ ക്രിമിനലുകളെക്കാൾ വലിയ ക്രിമിനലുകളായി നിങ്ങളെ ഞങ്ങൾ കാണും. അതിനുള്ള അവസരം ഞങ്ങൾക്ക് വരും. അപ്പം മനസ്സിലാക്കിക്കോ എന്തൊക്കെ ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. ഛർദിയായിരുന്നു രാഹുലിനെ മാരകമായി ഇവർ കൈയറ്റിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഷഫീഖിനെ ഇവരടിച്ചിട്ടുണ്ട്, ലത്തീഫിനെ അടിച്ചിട്ടുണ്ട്. ഇതൊന്നും ഞങ്ങൾ വെറുതെ പറയുന്നില്ല. CCTV വിഷ്വൽ ഉണ്ട്. അതുകൊണ്ട് 22 നമ്പർ ബൂത്തിന്റെ ഉള്ളിൽ ആക്രമണം നടന്നതായിട്ട് കൃത്യമായി കാണാനുണ്ട്. അതാണ് രാഹുലിനും അതുപോലെ മറ്റേ ബൂത്ത് ഏജന്റിനും കൂടി നന്നായിട്ട് ആക്രമണം ഉണ്ടായ സംഭവം ഉണ്ടായത്. അവിടെ ഉണ്ടായ വെബ് ക്യാമറയിൽ കാര്യങ്ങൾ പരിശോധിച്ചാൽ ഇലക്ഷൻ കമ്മീഷന് ലഭിക്കുന്നതാണ്. അത് പോലീസിന് കൈമാറി ഈ കേസിൽ ആവശ്യമായ സംവിധാനം ഉണ്ടാക്കണം. പോലീസ് കേസെടുത്ത് പ്രതികളെ അറസ്റ്റ് ചെയ്ത് കുറ്റക്കാരുടെ പേരിൽ നടപടിയെടുക്കണമെന്നാണ് ഒന്ന് ആവശ്യപ്പെടുവാനുള്ളത്. ഇതിനെതിരെ അതിശക്തമായ ജനരോഷം ഉണ്ടാക്കാൻ നമ്മൾ അതിശക്തമായ പ്രതിഷേധവുമായി നാളെ അങ്ങോട്ടുള്ള ദിനങ്ങളിൽ നമ്മൾ മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് അല്ലേ? അതുപോലെ അതിന് പകരം ഇവർ പോലീസ് സംവിധാനം ഏർപ്പെടുത്തി എവിടെയാണെന്ന് വടയത്ത് സമാധാനപരമായി പോളിംഗ് നടക്കുന്ന പ്രദേശമാണ്. എല്ലാ കാലത്തും അവിടെയാണ് സംഘ പോലീസിനെ ഇട്ടിരിക്കുന്നത്. എന്നാൽ ആവശ്യപ്പെട്ട നടക്കുകയില്ല എന്തിനാ പോലീസ് സംവിധാനം? അത് മൊത്തത്തിലുണ്ട്. നിങ്ങൾ നോക്കിയാൽ എല്ലാ ശ്രദ്ധിക്കേണ്ടത് സ്ഥിരമായി ടെൻഷൻ ഉണ്ടാകുന്ന ബൂത്തിൽ എവിടെയും പോലീസ് ഇല്ല. അതേസമയം UDF-ന് ഭൂരിപക്ഷമുള്ള സമാധാനപരമായി പോളിംഗ് നടക്കുന്ന സ്റ്റേഷനിൽ മഹാരാഷ്ട്രയിലുള്ള പോലീസ് ഉണ്ട്. അതുപോലെ തന്നെ പോലീസ് ഇല്ല. പോലീസാണെങ്കിൽ നേരത്തെ വാർക്കല പറഞ്ഞതുപോലെ ക്രിമിനലുകളെ സഹായിക്കുന്നു. ഇവിടുത്തെ പ്രിസൈഡിംഗ് ഓഫീസർ നിങ്ങൾ ഫുട്ടേജ് നോക്കിയാൽ കാണാം, അനങ്ങുന്നില്ല. കള്ളവോട്ട് ചെയ്യാൻ ശ്രമിച്ച ആള് തിരിച്ചറിഞ്ഞ് ഓടിപ്പോകുമ്പോ ഇയാള് നോക്കിയിരിക്കുകയാണ്, ഒന്നും ചെയ്യുന്നില്ല. പോലീസിനോട് അയാളെ അറസ്റ്റ് ചെയ്യാൻ പറയുന്നില്ല. അതാണ് ഈ പോളിംഗ് ഓഫീസർമാരുടെ നിയമനത്തിൽ പോലും ഗവൺമെന്റ് ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കാരണം ഭൂരിപക്ഷം UDF-ന് ഭൂരിപക്ഷം ബൂത്തുകളിൽ പല ബൂത്തുകളിലും പ്രിസൈഡിംഗ് ഓഫീസർമാർ